പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഉത്തരാഖണ്ഡിലെ സാഹചര്യങ്ങൾ പരിശോധിക്കാം. കാരണം ഈ മേഘവിസ്ഫോടനത്തിൽ 4 മരണങ്ങളാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത്. അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും 100ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് സംശയം. നമ്മൾ കുറച്ചു മുൻപ് ഈ ശരത്ലാലുമായി സംസാരിച്ച സമയത്ത് നമ്മൾ കണ്ടിരുന്നു, അവിടെ ദേശീയപാതകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് വീണ്ടും മലവെള്ളപ്പാച്ചിലുണ്ടായതും മാധ്യമ സംഘം സഞ്ചരിച്ച വാഹനമൊക്കെ മണ്ണിൽ അകപ്പെട്ടു പോയതുമൊക്കെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴെന്താണ് അവസ്ഥ എന്നുള്ളൊരു കാര്യം ശരത്ലാലിനോട് തന്നെ ചോദിക്കാം. ഉത്തരാഖണ്ഡിൽ നിന്ന് തത്സമയം നമുക്കിപ്പം ചേരുന്നുണ്ട്. ശരത്ത്, ഈ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ കണ്ടിരുന്നു വീണ്ടും മലവെള്ളപ്പാച്ചിൽ അവിടെ ഉണ്ടായതും ഈ രക്ഷാപ്രവർത്തനം വീണ്ടും ദുഷ്കരമാകുന്ന ഒരു സാഹചര്യവും ഒക്കെ ശരത്തിന്റെ ഫ്രെയിമിൽ ഇപ്പോഴും ആ വെള്ളം കുത്തിയൊലിക്കുന്നതും അവിടെ മഴ നിലനിൽക്കുന്നതും ഒക്കെയും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ് ശരത്ത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ കനത്ത മഴ തുടരുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും മലവെള്ളപ്പാച്ചിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ റോഡും അല്ലെ അതേപോലെ തന്നെ തോടും തമ്മിലുള്ള വ്യത്യാസമില്ലാത്തൊരവസ്ഥയിലേക്ക് ഉത്തരാഖണ്ഡ് മാറിക്കഴിഞ്ഞു. വളരെ ദുർഘടമായിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ സഞ്ചാരങ്ങൾ. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ആംബുലൻസ് അടക്കമുള്ള നിരവധി ആംബുലൻസുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. 2 വശങ്ങളുമായിട്ടാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. മലവെള്ളപ്പാച്ചിലിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാവും. നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ദുരന്തത്തിൽ പെട്ട കുടുംബങ്ങൾ അല്ലെങ്കിൽ പെട്ട ഗ്രാമവാസികൾക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിൽ താമസമാണ്. അതിന് അണമുറിയാതെ മഴ പെയ്യുന്നു എന്നതാണ് ഒരു വലിയ ഒരു കാര്യമായിട്ട് പറയേണ്ടി വരുന്നത്. നമ്മൾ തൊട്ട് മുമ്പിലാണ് മണ്ണിടിഞ്ഞു വീഴുന്നതും വലിയ ഉരുളങ്ങളിലൊക്കെ താഴേക്ക് പതിക്കുകയും ചെയ്യുന്നത്. ജീവഹാനി അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്ത ശരത്ലാലാണ് ഉത്തരാഖണ്ഡിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അവിടുത്തെ ദുഷ്കരമായ കാലാവസ്ഥയാണ്. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇപ്പോൾ മലവെള്ളപ്പാച്ചിൽ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഈ റോഡുകളൊക്കെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന പല ഭാഗങ്ങളും റോഡുകളാണ്, ദേശീയപാതയാണ്. ആ ദേശീയപാത പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഇപ്പോഴും അവിടേക്ക് മലവെള്ളം കുത്തിയൊലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. കാരണം ഈ കരസേനയുടെ കൂടുതൽ ഈ സേനാംഗങ്ങൾ ഇന്ന് ആ പ്രദേശത്തേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നുമാണ് കേന്ദ്രമന്ത്രി അടക്കം പറഞ്ഞത്. പക്ഷേ ഈ സേനാംഗങ്ങൾക്ക് പോലും അവിടേക്ക് എത്താൻ കഴിയാത്ത രീതിയിൽ റോഡുകൾ തകരുകയും മലവെള്ളപ്പാച്ചിൽ തുടരുകയും ഒപ്പം തന്നെ മഴ, അതിശക്തമായ മഴ, നമ്മൾ ശരത്ലാലിന്റെ ഫ്രെയിമിൽ കണ്ട പോലെ ഇപ്പോഴേ കാണുന്ന പോലെ ഇപ്പോഴും നല്ല മഴ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴയൊക്കെ അവഗണിച്ച് അവിടേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടത്തേക്ക് ഒരു വല്ലാത്ത ടെറൈനാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തകർക്ക് പോലും എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം, ഒരു കാഴ്ചയാണ് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ശരത്തെ കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ ശരത്തെ. ചെറിയ റേഞ്ചിൻ്റെ ഒക്കെ പ്രശ്നം കാണും, പ്രത്യേകിച്ച് മഴയും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട്. ഇപ്പോൾ കടുത്ത മലവെള്ളപ്പാച്ചിൽ രണ്ടാമതും വന്നിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാരണം JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റാനുള്ള ശ്രമം, അതായത് ആംബുലൻസിനെ കടത്തിവിടാനുള്ള ശ്രമം പോലും പരാജയപ്പെടുന്ന രീതിയിൽ മഴവെള്ളപ്പാച്ചിൽ ഇപ്പോൾ അതിശക്തമായിരിക്കുകയാണ്. കാരണം വളരെ ശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാരണം മാധ്യമ സംഘത്തിൻ്റെ കാറിന് തൊട്ടു മുമ്പിൽ കൂടി തന്നെ വെള്ളം കുത്തിയൊഴിക്കുകയാണ്. അത്ര രൂക്ഷമായ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. ഏതായാലും അതികഠിനമായി ITBP ബോർഡർ റോഡ് സർവീസും ഇവിടെ നിന്ന് പിന്നെ JCBയും അതേപോലെ തന്നെ മറ്റു യന്ത്രസാമഗ്രികളും ഉപയോഗിച്ച മണ്ണ് നീക്കാനുള്ള ശ്രമം ഈ കോരിച്ചൊരിയുന്ന മഴയത്തും തുടരുകയാണ്. കാണുന്നുണ്ട് ശരത്ത്. കാരണം ഈ മഴയും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലേക്ക് അവഗണിച്ച് ഇപ്പോഴും അവിടെ ഹിറ്റാച്ചിയും JCB ഒക്കെ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന ശ്രമങ്ങളും ഒരു വശത്ത് നടക്കുന്നു. ഈ കാലാവസ്ഥ ഇങ്ങനെ നിന്നാൽ, ഈ മഴ മാറാതെ നിന്നാൽ എങ്ങനെയാക്കും ശരത്ത് ഇനിയുള്ള രക്ഷാപ്രവർത്തനമൊക്കെ? കൂടുതൽ സേനയ്ക്ക് എങ്ങനെയാക്കും അങ്ങോട്ടേക്ക് എത്താൻ കഴിയുക? അതാണ് കാലാവസ്ഥ മോശമെന്ന എയർ ലിഫ്റ്റിംഗ് പോലും സാധ്യമല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ പാത തുറന്നാൽ മാത്രമേ ആർമിക്കും അല്ലെങ്കിൽ സൈനികർക്കും
മുകളിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതിനു വേണ്ടിയുള്ള ജീവൻ പണയം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ റോഡ് ഇവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. JCB ഉണ്ട്, അതേപോലെ തന്നെ നിരവധി മണ്ണ് കോരാൻ ടിപ്പർ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം പക്ഷേ ഇതൊക്കെ വിപുലമാക്കുന്ന മഴയും മണ്ണൊലിപ്പുമാണ് ഇപ്പോൾ സേതുലക്ഷ്മി നമുക്ക് മുമ്പിലുള്ളത്. ഏതായാലും 150ഓളം പേർ മണ്ണിനടിയിലാണെന്നുള്ള പുതിയ വർത്തമാനമല്ല, പുതിയ ഒരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കാറുകൾ, അതേപോലെ തന്നെ മിനി ബസ് ഇതൊക്കെ ഒഴുകിപ്പോയി എന്ന് പ്രാദേശികവാസികൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും ഇതിനൊക്കെ എവിടെ രക്ഷപ്പെടുത്താൻ അതിനുവേണ്ടി കൈയും മെയ്യും മറന്ന് അവിടെയുള്ള സൈനികർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. വൈദ്യസഹായം ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നാൽ എയർ ലിഫ്റ്റിംഗ് സാധ്യമല്ല. കനത്ത മഴയാണ്, കനത്ത മൂടൽമഞ്ഞുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യോമമാർഗം, ഹെലികോപ്റ്റർ മാർഗം എന്തെങ്കിലും ഒന്ന് നൽകാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം എത്തിക്കാനുള്ള ശ്രമവും രാവിലെ പാളി എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ ആർമി വാഹനങ്ങൾ ഇവിടെ നിരനിരയായി നമുക്ക് പിന്നിൽ കാത്തു നിൽപ്പുണ്ട്. ഈ റോഡ് ഒരു പ്രാവശ്യമെങ്കിലും തുറന്നു കിട്ടിയാൽ അതിൽ കൂടി ആംബുലൻസും അതേപോലെ തന്നെ സൈനിക വാഹനങ്ങളും യന്ത്ര സാമഗ്രികളും കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ അതൊരു കാലാവസ്ഥ അനുവദിക്കുന്നില്ല. ദേവഭൂമി ഇപ്പോൾ കലിതുള്ളിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിനെ വിശേഷിപ്പിക്കുന്നത് ദേവഭൂമി എന്നാണ്. എന്നാൽ ദേവഭൂമി ഇപ്പോൾ പ്രളയഭൂമി ആയിരിക്കുകയാണ്. 48 മണിക്കൂർ നിർത്താതെ പെയ്യുന്ന മഴ സേതുലക്ഷ്മി, അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഏത് സമയവും വാഹനങ്ങൾ ഒലിച്ചു പോകാം, ഏത് സമയവും ഉരുൾപൊട്ടലുണ്ടാവാം, ഇതിപ്പോ നമ്മൾ ഈ ഒരിടത്തെയാണ്. ഈ പലയിടങ്ങളിലും ഇന്നലെ ഈ മലവെള്ളപ്പാച്ചിലും മേഘവിസ്ഫോടനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലായിടത്തും ഏറെക്കുറെ ഇതേ സാഹചര്യമാണോ? സേതുലക്ഷ്മി, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഈ ഭാഗങ്ങളിൽ ആൾതാമസമില്ലാത്ത സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ മലവെള്ളപ്പാച്ചിൽ കൊണ്ട് ആൾനഷ്ടമുണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ വെള്ളം, കുത്തിയൊലിക്കുന്ന വെള്ളം സമതലങ്ങളിലെത്തുകയും അല്ലെങ്കിൽ തൊട്ടു ഗ്രാമങ്ങളിലെത്തുകയും അവിടെ ആൾനാശം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ആളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ കഴിഞ്ഞ ദിവസമേ തുടങ്ങിയെങ്കിലും അത് ഫലവത്തായില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ആൾക്കാർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. ഇത്ര വലിയൊരു മഴ പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ 4 ദിവസമായി ഉത്തരേന്ത്യയെ പിടിച്ചു കുലുക്കിയ മഴയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇതാ ആംബുലൻസ് നിരനിര ആംബുലൻസ് വരികയാണ്. ഒരു വഴിയുമില്ല പിന്നെ ആംബുലൻസ് കടത്തിവിടാൻ. ഇപ്പോഴും JCB നടത്തുന്ന ഒരു ശ്രമങ്ങൾക്കും ഈ റോഡ് തുറക്കാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും സേലക്ഷ്മി, ഒരു പ്രളയം എന്ന് പറഞ്ഞാൽ അത് ഉത്തരാഖണ്ഡിൽ തന്നെ നമ്മൾ നേരിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുകയാണ്. അത്രയും അതീവ മഴ അല്ലെങ്കിൽ ജീവൻ പോലും പണയം വെച്ചാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഏത് സമയം ഇവിടെയും ഉരുൾപൊട്ടൽ ഉണ്ടാവാം. അത് നേരത്തെ സംഭവിച്ചതുമാണ്. എന്നാലും വാർത്താ സംഘം നമുക്ക് കർഷകർക്ക് വേണ്ടി ഇത് എത്തിക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ തുടരുന്നത്. ഏതായാലും സഹായം കാത്ത്, മെഡിക്കൽ സഹായം കാത്ത്, അല്ലെങ്കിൽ കുറ്റപ്പെട്ടവരൊക്കെ സഹായം, ഭക്ഷണം കാത്ത് നിൽക്കുന്ന നിരവധി പേരുണ്ട്. നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ തന്നെയാണ്. ആ കൊടുംമഴയെയും പ്രളയത്തെയും അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിനെയും ഒക്കെയും അവഗണിച്ചുകൊണ്ടും അവിടെ ഈ ഹിറ്റാച്ചികളും JCB ഒക്കെ എത്തി അവിടെ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ശ്രമം വിജയിക്കുകയാണെങ്കിൽ, ആ ഒരു പാത തുറന്നു കിട്ടുകയാണെങ്കിൽ സൈന്യത്തിനും അതുപോലെ തന്നെ ഈ മറ്റ് അവശ്യ സർവീസുകൾക്കുമൊക്കെയും ആ പ്രഭവ കേന്ദ്രത്തിലേക്ക്, ആ മലവെള്ളപ്പാച്ചിലുണ്ടായ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുമല്ലേ? ശരത്ലാലിലേക്ക് എത്താം. നമുക്ക് ഈ പറഞ്ഞ പോലെ അറിയാം, ഈ പ്രദേശത്തെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാലാവസ്ഥ, അതുകൊണ്ട് തന്നെ റേഞ്ചിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ശരത്ലാലിലേക്ക് വീണ്ടും തിരിച്ചെത്താം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശങ്ങളൊക്കെ ഇത് റോഡാണ്, NH ആണ്, നാഷണൽ ഹൈവേ ആണ്. ആ ഹൈവേ ആണ് ഈ മലവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായി പാടെ മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോഴും മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മണ്ണ് മാറ്റികൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്തെ മണ്ണ് മാറ്റി കഴിയുകയാണെങ്കിൽ അവിടെ ആ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ട ഈ സൈന്യത്തിന് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് എനിക്ക്
തോന്നുന്നത്. ഇതിപ്പോൾ ഈ പലയിടങ്ങളിലും ഇന്നലെ പല സ്ഥലം ഉത്തരാഖണ്ഡിലെ പല ഭാഗങ്ങളിലും ഈ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഈ മിന്നൽ പ്രളയവും ഒക്കെയും ഉണ്ടായതാണ്. പലയിടങ്ങളിലെയും അവസ്ഥ ഇപ്പോൾ ആദ്യം ഇന്നലെ കേന്ദ്ര സർക്കാർ പറഞ്ഞത് 60 പേരെ കാണാനില്ല, 60ഓളം പേരെ കാണാനില്ല. അതിപ്പം 100 ഉയർന്നിട്ടുണ്ട്. അപ്പോൾ എത്ര പേരാണ് ടോട്ടലി കാണാതായത് എന്ന കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം രക്ഷാപ്രവർത്തനം ഇപ്പോഴും ദുഷ്കരമായി തന്നെ അവിടെ തുടരുന്നുണ്ട്. 10ഓളം സൈനികരെ കാണാനില്ല എന്ന് പറയുന്നു. ഈ പല മാധ്യമപ്രവർത്തകരും പലയിടത്തും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യും പോലെ പല മാധ്യമപ്രവർത്തകരും പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ശരത്ത്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഭാഗത്തെ ഞാൻ ചോദിക്കുന്നത്, ഈ ഭാഗത്തെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്തെ മണ്ണ് നീക്കലൊക്കെ കുറച്ചും കൂടി കാര്യക്ഷമമായി നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ അറിയാം അവിടുത്തെ പ്രതികൂല കാലാവസ്ഥ, കഴിവിൻ്റെ പരമാവധി അവർ അവിടെ ചെയ്യുന്നുണ്ട്, രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് JCB ഒക്കെ ഉപയോഗിച്ച്. അപ്പോൾ അവിടെ ആ ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഈ സംഘത്തിന് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിയും അല്ലേ? അതെ, അതാണ് അതായത് ഇത് ഋഷികേശ് എന്നുള്ള അതായത് ബേസിക് ക്യാമ്പ്, ആർമിയുടെ ബേസിക് ക്യാമ്പ് ഇതിൽ നിന്ന് 100 കിലോമീറ്റർ താഴെയാണ്. അവിടെ നിന്നുള്ള ആർമി സംഘങ്ങളും ആംബുലൻസുമാണ് ഈ ദുരന്ത സ്ഥലത്ത് എത്തേണ്ടത്. എയർ ലിഫ്റ്റിംഗ് നടത്താത്തതിനാൽ ഈ റോഡ് ക്ലിയർ ചെയ്ത് വേണം മുന്നോട്ട്. അതുകൊണ്ടാണ് ഈ പുലർച്ചെയും 3 JCB ഉപയോഗിച്ച് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ റോഡ് തുറന്നാൽ മാത്രം ആംബുലൻസ് എത്താൻ കഴിയുള്ളൂ. നേരത്തെ നമ്മൾ സേതുലക്ഷ്മി സൂചിപ്പിച്ചതാണ്. ഒരു പ്രളയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മഴവെള്ളപ്പാച്ചിലിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഏഷ്യാനെറ്റ് സംഘം സഞ്ചരിച്ച വാഹനമാണ്. മഴവെള്ളപ്പാച്ചിൽപ്പെട്ട് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന വാഹനമാണ്. ആ വാഹനം പുറത്തെടുത്താൽ മാത്രമേ ഈ റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ JCB നടത്തുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ റോഡ് തുറന്ന് ആ റോഡിലൂടെ സൈനിക വാഹനങ്ങളും ആംബുലൻസുകളും കടത്തിവിടുക എന്ന പ്രാഥമിക ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ നീക്കുന്നത്. ഏതായാലും കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്, അർദ്ധസൈനിക വിഭാഗം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ സ്ഥലത്ത് അല്ലെങ്കിൽ പ്രത്യേക പാലം നിർമ്മിച്ച വാഹനങ്ങൾ കടത്തിവിടേണ്ടി വരും. ഇത് ബലവത്തമായിട്ടില്ലെങ്കിൽ സൈന്യം താൽക്കാലിക പാലം നിർമ്മിച്ച് വാഹനം കടത്തിവിടും, സൈനിക വാഹനങ്ങൾ കടത്തിവിടുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ജയലക്ഷ്മി, ഏതായാലും ഇത്രയും ദുരന്തം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുരന്തം. മലയാളികൾക്ക് ചൂരൽമലയും വയനാടും അറിയുന്നത് കൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ കേരളത്തിലാണെങ്കിൽ വയനാട് ഒറ്റപ്പെട്ടു പോയിരുന്നില്ല, എന്നാൽ ഉത്തരാഖണ്ഡ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ദേശീയപാത മുസഫർ നഗർ മുതൽ ഹരിദ്വാർ വെള്ള ദേശീയപാതയിലും വെള്ളം കയറിയിരിക്കുകയാണ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും കനത്ത മഴ തന്നെയാണ് പെയ്യുന്നത്. എപ്പോഴാണ് അടുത്ത മേഘവിസ്ഫോടനം എന്നത് മാത്രമേ ഇനി നമുക്കറിയേണ്ടതുള്ളൂ. ജയലക്ഷ്മി, തീർച്ചയായും പ്രവചനാതീതമായ കാലാവസ്ഥ എല്ലാം അപ്രതീക്ഷിതമായി സംഭവിക്കുന്നു. ഈ ശരത്ത്, ഇന്നത്തെ ഒരു മുന്നറിയിപ്പൊക്കെ എങ്ങനെയാണ്? ഉത്തരാഖണ്ഡിൽ നിലനിൽക്കുന്ന ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉത്തരാഖണ്ഡിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഉത്തരാഖണ്ഡ് മുഴുവൻ റെഡ് അലേർട്ടാണ്. അതുപോലെ തന്നെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ഋഷികേശിന് മുകളിലോട്ട് അത് ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഗൗരികുണ്ട്, അതേപോലെ തന്നെ ശ്രീനഗർ, ഈ സ്ഥലങ്ങളിലേക്കുള്ള എല്ലാ വാഹന റൂട്ടുകളും റദ്ദാക്കിയിരിക്കുകയാണ്. പോലീസ് തടഞ്ഞിരിക്കുകയാണ്. കാരണം അത്രയധികം മലവെള്ളപ്പാച്ചിലുകളാണ് ഈ റോഡുകൾ കൂടി അല്ലെങ്കിൽ ഈ പരിസരത്തിലുള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. തുടത്തിൽ എന്ന് പറഞ്ഞാൽ കുമയൂൺ ഹില്ലുകൾ കലിതുള്ളുകയാണ് എന്ന് പറയേണ്ടി വരും. വളരെ ശക്തമായ മഴ പെയ്യുന്നു. ആ മഴയിൽ നമുക്ക് മുമ്പിലുള്ളത് ഒരു വട്ടം കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുണ്ട്. അവരെത്ര പേർ ജീവനോടെ കുടുങ്ങിക്കിടക്കുന്നു, അല്ലെ എത്ര പേർ മരിച്ചു എന്നത് ജില്ലാ ഭരണകൂടത്തിനോ സംസ്ഥാന സർക്കാരിനോ യാതൊരുവിധ കണക്കുമില്ല. പ്രാദേശിക മാധ്യമങ്ങൾ പോലും കൃത്യമായി കണക്ക് പറയുന്നില്ല. ഈ ITBPയും പോലീസും തമ്മിലുള്ള വയർലെസ് സന്ദേശം മാത്രമാണ് വിവരം ലഭിക്കാൻ ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം പല സ്ഥലത്തും ടവർ തകർന്നതുകൊണ്ട് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ കേബിളുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു പ്രകൃതിയുടെ താണ്ഡവം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് നമുക്കുള്ള ആംബുലൻസ് ഉണ്ട്. അത് പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ വേണ്ടി ദുരന്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി എത്തിയ ആംബുലൻസാണ്. കഴിഞ്ഞ
6 മണിക്കൂറായി ഈ ആംബുലൻസ് ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉത്തരാഖണ്ഡിലെ അടിയന്തര സഹായം റോഡ് മാർഗം എത്തിക്കുന്നതിൽ വളരെ വലിയ തടസ്സങ്ങളുണ്ട്. അതേപോലെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഹെലികോപ്റ്റർ വഴിയുള്ള വ്യോമമാർഗമുള്ള സഹായത്തിനും കുഴപ്പമുണ്ട്. ഏതായാലും ദുരന്ത സ്ഥലത്ത് ഒറ്റപ്പെട്ടും വിറങ്ങലിച്ചും നിൽക്കുകയാണ് ദുരന്തത്തിന് ഇരയായവർ. സേതുലക്ഷ്മി, മിന്നൽ പ്രളയത്തിൽ വിറച്ചു നിൽക്കുന്ന ഉത്തരാഖണ്ഡിനെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിലൂടെ. അവിടെ തിരച്ചിൽ പോലും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാണ്. പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ശരത്ലാൽ പറഞ്ഞതുപോലെ ദേവഭൂമി പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അവിടെ റോഡ് ഗതാഗതം അടക്കം ഈ താറുമാറായി പോയിരിക്കുന്നു. ദേശീയപാതകളൊക്കെ മണ്ണാൽ മൂടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മലവെള്ളപ്പാച്ചിലുകൾ 2ഉം 3ഉം കണ്ട് നമ്മളിപ്പോൾ 6:30 മണിക്ക് ശരത്ലാലുമായിട്ട് നമ്മൾ തത്സമയം സംസാരിക്കുന്ന സമയത്തും അവിടെ ഒരു മിന്നൽ പ്രളയം നടക്കുകയായിരുന്നു. അവിടെ ഒരു ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ്. അതിനൊപ്പം തന്നെ അതിശക്തമായ മഴയെന്ന് വെച്ചാൽ ഭീകര മഴ അവിടെ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനം ഒട്ടാകെ റെഡ് അലേർട്ട് നിൽക്കുകയാണ്. എത്ര പേരാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്നോ അതായത് മലവെള്ളപ്പാച്ചിലിൽ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടതെന്നോ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. കാരണം സുരക്ഷാ സേനയ്ക്ക് അവിടേക്ക് എത്തിയാൽ മാത്രമേ എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ എന്നൊരു കാര്യത്തിൽ ഒരു ഏകദേശ രൂപം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോൾ റോഡ് ഗതാഗതമൊക്കെ പൂർണ്ണമായും സ്തംഭിച്ചു പോയതുകൊണ്ടും പല പ്രദേശങ്ങളിലേക്കും ഈ ഗതാഗതം പോലും അസാധ്യമായ ഘട്ടത്തിൽ സുരക്ഷാ സേനയ്ക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത രീതിയിൽ അത്രയും ഈ മണ്ണ് കൊണ്ട് മൂടപ്പെട്ടത് കൊണ്ട് തന്നെ ഇവർക്ക് അവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ 2-3 ഹിറ്റാച്ചിയൊക്കെ ഇപ്പോഴും അവിടെ ഈ പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത ഹിറ്റാച്ചികൾ മണ്ണൊക്കെ നീക്കി ഗതാഗതം സാധ്യമാക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ശ്രമം ഫലം കണ്ടാൽ മാത്രമേ ഈ സുരക്ഷാ സേനയ്ക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. സുരക്ഷാ സേന പൂർണ്ണ സജ്ജമായി അവരുടെ വാഹനങ്ങൾ നിരനിരായി കിടക്കുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാം. സുരക്ഷാ സേനയുടെ വാഹനങ്ങളും അതുപോലെ തന്നെ ആംബുലൻസ് അടക്കമുള്ള അവശ്യ സർവീസുകളും ഒക്കെ അവിടെയും തയ്യാറായി കിടക്കുന്നുണ്ട്. പക്ഷേ അവയ്ക്ക് ഇവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ പാത ഇപ്പോൾ ക്ലിയർ ചെയ്തെങ്കിലേ മതിയാവുകയുള്ളൂ. അവിടുത്തെ ആ മണ്ണൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ ഗതാഗതം അവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ. സൈന്യത്തിനെങ്കിലും ആ ഭാഗത്തേക്ക് എത്താൻ കഴിയുകയുമുള്ളൂ. ശരത്ലാൽ തുടരുന്നുണ്ട്. നമുക്കിപ്പം ശരത്ത് ആദ്യം തന്നെ ശരത്ത് സേഫായിട്ട് നിൽക്കുക. കാരണം അവിടെ ഈ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നു. മാത്രമല്ല മലവെള്ളപ്പാച്ചിലുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുമാണ്. അത്രയും പ്രതികൂല കാലാവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. ഇതിപ്പോൾ ശരത്ത് ഈ കൂടുതൽ സേനാംഗങ്ങൾ അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു അവിടുത്തെ നിലവിലൊരു സാഹചര്യം എന്താണ് എന്നുള്ളൊരു രീതിയിൽ നിലവിൽ എന്തെങ്കിലും വാർത്തകൾ പുറത്ത് വരുന്നുണ്ട്. ഇപ്പോൾ 4 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു. 100ഓളം പേരെ കാണാനില്ലെന്ന് പറയുന്നു. 10-ലധികം സൈനികരെ കുറിച്ച് വിവരങ്ങളില്ല. അപ്പോൾ ഇത് എന്തിനെങ്കിലും കുറിച്ച് നമുക്കൊരു ധാരണ ലഭിക്കുന്നുണ്ടോ? ഏകദേശം വിവരങ്ങൾ വരുന്നുണ്ടോ? സേതുലക്ഷ്മി, അതുതന്നെയാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം കൃത്യമായി എത്ര പേർ മണ്ണിനടിയിൽപ്പെട്ടു എന്നതിനെക്കുറിച്ച് വിവരം നൽകാൻ പോലും ഒരാളും അവിടെ ബാക്കിയില്ല എന്നതാണ് നമുക്ക് അറിയുന്ന വിവരം. കാരണം 54 ഹോട്ടലുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സെൻ്ററാണിത്. മഴ ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല, വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ അവിടെയുള്ള ജോലിക്കാരുണ്ടായിരുന്നു. ബംഗാളിൽ നടക്കുള്ള നിരവധി ജോലിക്കാരുണ്ട് എന്നാണ് പോലീസ് തന്നെ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഇതിൽ 26 ഹോട്ടലുകൾ പൂർണ്ണമായി ഒഴുകിപ്പോയിട്ടുണ്ട്. മറ്റ് ഹോട്ടലുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഒരു പ്രദേശം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ചൂരന്മലയെ പോലെ തന്നെ ധരാലി എന്ന് പറയുന്ന ഗംഗോത്രിയിലേക്കുള്ള വഴിയിലെ ഒരു പ്രധാനപ്പെട്ട ഇടത്താവളമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവിടെ ഈ പറഞ്ഞതുപോലെ ഹോട്ടലുകളും മറ്റ് താമസ സൗകര്യങ്ങളും ഒക്കെ വളരെ അധികമായിരിക്കും അല്ലേ? ശരത്ലാലിലേക്ക് എത്താം. ഇപ്പോൾ ഈ സർക്കാർ പറയുന്ന അനുസരിച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 130 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു ഏകദേശ കണക്കുകളൊന്നും ലഭ്യമല്ല. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ ഈ സൈന്യത്തിനൊക്കെ അവിടേക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നിലവിലൊരു സാഹചര്യം എന്താണ്, ഈ എത്ര പേര് കാണാതായവരെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ, അവർ ഈ എവിടെയെങ്കിലും സേഫായിട്ട് അവരുണ്ടോ, അവരെവിടെ എന്നത്തെ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഒപ്പം തന്നെ സൈന്യത്തെ കാണാനില്ലാത്തൊരു അവസ്ഥയുണ്ട്. മാധ്യമപ്രവർത്തകർ അവിടെ പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നതായിട്ടുണ്ട്. ശരത്തെ കേൾക്കാമെങ്കിലേ ഞാൻ ചോദിച്ചത് ഈ ധരാലി, അതായത് ഈ പ്രളയം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ധരാലി, അത് ഈ ഗംഗോത്രിയിലേക്കുള്ള
മുങ്ങിക്കിടക്കാനുള്ള വഴിയിലെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രദേശത്ത് കൂടുതൽ ഈ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ളൊരു പ്രദേശമല്ലേ? നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത് വലിയൊരു മലവെള്ളപ്പാച്ചിൽ വന്ന് അതിനെ ഒന്നാകെ മൂടുന്ന ഭീകര ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മൾ വിചാരിക്കുന്നതിലും പതിന്മടങ്ങായിരിക്കില്ലേ? സേതൽജി, അത് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞത്. കാരണം അവിടെ നേരത്തെയാണെങ്കിൽ 1000 മുതൽ 2000 പേര് നിവസിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു. ടൂറിസ്റ്റുകൾ, ഗംഗോത്രിയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകാർ, അതിനോടൊപ്പം അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്യുന്ന ഹോട്ടലുകൾ, മറ്റു സ്ഥാപനങ്ങൾ, കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ടൂറിസ്റ്റുകൾ മാത്രമാണ് അവിടെ നിന്ന് മാറിയത്. റെഡ് അലർട്ട് തുടർന്ന് കച്ചവടക്കാരും ആ ഹോട്ടലിലെ പാചകക്കാർ മുതൽ ഹോട്ടലിലെ ജീവനക്കാർ വരെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഏതായാലും 3 കാറുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്, ഒരു മിനി ബസ് ഒഴുകിപ്പോയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ആരാണ് യാത്രക്കാർ എന്നതിനെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. കാരണം താഴെ ഇപ്പോൾ ഋഷികേശിലേക്കാണ് ഈ ഒളിച്ചു വരുന്നത്. കാരണം അവിടെ ഇപ്പോൾ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെയാണ് ഈ ഗംഗ ഒരു ശാന്ത സ്വഭാവത്തിലേക്ക് ഒഴുകാൻ എത്തുന്നത്. ആ സമയം അവിടെയും ഇപ്പോൾ ഋഷികേശിലും തെരച്ചിൽ, ഋഷികേശ് ഹരിദ്വാർ മേഖലകളിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും അവിടെ നിന്ന് ഒഴുകിയെത്തുന്ന വാഹനങ്ങളോ മറ്റ് അവശിഷ്ടങ്ങളോ മൃതദേഹങ്ങളോ ഒക്കെ ഈ ഋഷികേശിൽ എത്തണമെങ്കിൽ മിനിമം 10 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും തിരച്ചിൽ നടത്തുന്നത് സുഗമമാക്കാനുള്ള വഴികളാണ് ഇപ്പോൾ നോക്കുന്നത്. കേന്ദ്ര സൈന്യം തന്നെ രംഗത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ അല്പസമയം നമ്മൾ ITBP കമാൻഡറുമായിട്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. ഏതായാലും എന്ത് വില കൊടുത്തും ഈ റോഡ് തുറക്കും എന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഇപ്പോൾ ITBPയും അതേപോലെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഇവിടുത്തെ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളെപ്പോലെ PWD അല്ല, BRD എന്ന് പറയുന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് അതിനാവശ്യമായ യന്ത്രസാമഗ്രികൾ ഒക്കെയുണ്ട്. എപ്പോഴും ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇത്ര ഗുരുതരമായ മണ്ണിടിച്ചിൽ അവർ പോലും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം മഴ ഒന്ന് തോർന്നിരുന്നെങ്കിൽ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. 1/2 മണിക്കൂറെങ്കിലും മഴ തോർന്നാൽ ഇവരെ ആംബുലൻസ് കടത്തിവിടാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥരും. അതുപോലെ തന്നെ നിരവധി വ്യക്തികളും അവരെ സ്വകാര്യ വാഹനങ്ങളും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കാരണം സമതലത്തുനിന്ന് ഭക്ഷണം, പാല് ഇതൊക്കെ കൊണ്ടുവരുന്ന മാർഗമാണ് ഇതും ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ് സേലക്ഷ്മി. ഏതായാലും ദുരന്തം അതിൻ്റെ അതീവ വ്യാപ്തിയിലേക്ക് നമ്മൾ കരുതുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു ചൂരൽ മരയല്ല 100 ചൂരൽ മരകളാകും. ശരി, ശരത്ലാലാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ അവിടെ രക്ഷാപ്രവർത്തനത്തിനായുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറും സേന ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങളുമൊക്കെയും അറിയിച്ചത്. പക്ഷേ സേനയ്ക്ക് പോലും ഈ സുരക്ഷാ സംഘത്തിന് പോലും അവിടേക്ക് എത്താൻ പറ്റാത്ത ദുഷ്കരമായ ഒരു കാലാവസ്ഥ. മണ്ണുകൾ മൂടിക്കിടക്കുന്നു, റോഡുകൾ തകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്താൻ കഴിയില്ല. എത്രയും വേഗം ആ പാത പുനഃസ്ഥാപിച്ചെങ്കിൽ മാത്രമേ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയൂ. പിന്നെ നമുക്ക് അറിയുന്ന പോലെ ധരാലി ഇതുണ്ടായ ഗ്രാമം, അതായത് ഈ മിന്നൽ പ്രളയം ഉണ്ടായ ഗ്രാമം, അതെന്ന് പറഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള ഗംഗോത്രിയിലേക്കുള്ള ഒരു പാതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഒരുപാട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയുള്ള പ്രദേശമാണ്. 50ഓളം ഹോട്ടലുകൾ ഇപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ മാത്രമല്ല ഈ നേരത്തെ തന്നെ ഒരു മിന്നൽ പ്രളയത്തിൻ്റെയൊക്കെ ഒരു മുന്നറിയിപ്പ് വന്നപ്പോൾ തന്നെ അവിടുന്ന് കുറച്ചധികം ടൂറിസ്റ്റുകളൊക്കെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളമാണ് അതൊക്കെ സാധ്യമായിട്ടുള്ളത് എന്ന കാര്യത്തിലാണ് ഇനിയും ഒരു വ്യക്തത വേണ്ടത്. കാരണം ഈ പറഞ്ഞതുപോലെ മിന്നൽ പ്രളയമാണ് അവിടെ സംഭവിച്ചത്. പുഷ്കർ സിംഗ് ധാമി അദ്ദേഹം ഈ എല്ലാ സേനകൾക്കും നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറും ഉണർന്ന് പ്രവർത്തിക്കുമെന്നും ഒക്കെ പറയുന്നു. പക്ഷേ എത്രയൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയാൽ നമ്മൾ ഈ കാണുന്ന പോലെ അവിടുത്തെ കാലാവസ്ഥ ഒരു വില്ലനായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രതിബദ്ധങ്ങളൊക്കെ എത്രയും വേഗം നീക്കി ദുരന്തബാധിതർക്കടുകിലേക്ക് എത്രയും വേഗം സൈന്യത്തിനും അതേപോലെ മറ്റ് സേനാംഗങ്ങൾക്കുമൊക്കെ എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.